ഹലോ, അങ്ങനെ നമ്മളെ ശ്രീനഗറിലെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ നമ്മളെ സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജി ജാൻ ബേക്കറി കഹാ? ജാൻ ബേക്കറി ജാ ദൂരയാ. കാര്യം എന്ന് വെച്ചാൽ സർവ്വവിജ്ഞാന കോശാണ്. അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങേര് പെഹൽഗാമിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, പിന്നെ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ സ്റ്റേ ചെയ്യണം. ബാർബർ ഷോ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇപ്പോൾ ഇവിടെ ഒരു ജാൻ ബേക്കർ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഈ സുമോൻ്റെ സ്റ്റേ. ഇവിടെ സുമോ അല്ല സോമു കേട്ടോ പറയും ഇവിടെ. ദേ പറഞ്ഞിരുന്നില്ല, അപ്പോഴേക്കും നമ്മുടെ മഴ ചെറുതായിട്ടൊന്ന് സൈഡായിട്ടോ. പക്ഷെ ഏറ്റവും ഫ്രണ്ട് സൈഡിൽ ഡ്രൈവറേയും കൂട്ടി 3 ആൾക്കാര്, പിന്നെ നടുവിലായിട്ട് 4 ആൾക്കാര്, പിന്നെ ഏറ്റവും പിന്നിലായിട്ട് എൻ്റെ മുന്നിൽ 2 ആൾക്കാര്. പിന്നെ അപ്പോഴേക്ക് ആ പേമാരി ഇങ്ങെത്തി. നല്ല കിടിലം പോലത്തെ മഴ കേട്ടോ, ഒന്നും പറയില്ല. അത് അങ്ങനെ അനന്ത്നാഗിന് കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ സെയ്ദ് സ്റ്റോപ്പ് എത്തി. അങ്ങനെ സെയ്ദ് നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പിന്നീട് എവിടെ വെച്ചെങ്കിലും കാണാന്ന് പറഞ്ഞ് പുള്ളി നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടോ. മലപ്പുറം സെറ്റ്. എവിടെ പോയാലും ഒരു കേൾക്കാരനെ കിട്ടും. ഞാൻ വടകര. ഞാൻ ഡൽഹിയാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 24ാമത്തെ എപ്പിസോഡാണിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രീനഗർ ഫുൾ കറങ്ങിയതും അതിനുശേഷം ഗുൽമാർഗ് പോയതും അതിനുശേഷം സോനമാർഗ് പോയതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ടാന്ന് വെച്ചാൽ പെഹൽഗാമിലേക്കാണ്. കഴിഞ്ഞ ദിവസം സോനാമാർഗ് പോയതാണെങ്കിലും ഗുൽമാർഗ് പോയതാണെങ്കിലും നമ്മുടെ കൂടെ 3 ആൾക്കാരുണ്ടായിരുന്നു. സോനുവും ജിഷ്ണുവും പിന്നെ ഷമീറും. ഇന്നവര് തിരിച്ച് ഡൽഹിക്ക് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ ഒറ്റയ്ക്കുള്ള പ്രയാണം ഇവിടെ തുടങ്ങാം കേട്ടോ. കൂടാതെ എനിക്ക് ഈ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എപ്പിസോഡ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ തൊട്ട് 1 മാസം മുന്നേ, അതായത് 2025 ഏപ്രിലാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ മാസമായ മാർച്ച് മാസത്തിലാണ് ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡുകളിൽ ഒരു സ്ഥലത്ത് പോലും ഭീകരാക്രമണത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പരാമർശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ റൂം വെക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാന് പെഹൽഗാമാണ്. സമയം ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട് കേട്ടോ, 8 മണി. അപ്പോൾ ഇനി ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ കുളിക്കണം. ഇന്ന് മറ്റേ ടീം നമ്മൾ 3 ആൾക്കാരില്ലേ ഞാൻ പറഞ്ഞേ, അവർ 3 ആളും ഇന്ന് പോവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഫസ്റ്റ് തുടങ്ങിയത് സിംഗിളായിട്ടാണ്. അപ്പോൾ അവർ പോയി ശേഷം നമ്മളന്ന് സോളോ ആയിട്ട് തന്നെ തുടരുകയാണ്. ഇന്ന് ബുധനാഴ്ച, ഇന്ന് വ്യാഴാഴ്ച. ഇന്നത്തെ ടാർഗറ്റ് പെഹൽഗാം എത്തുക, റൂം കണ്ടുപിടിക്കുക, സ്റ്റേ അടിക്കുക, പിന്നെ അവിടുന്ന് ബൈക്ക് കാര്യങ്ങളൊക്കെയാണ് വിചാരിക്കുന്നത്. അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് റൂട്ടൊക്കെ ഏകദേശം സെറ്റാക്കി മാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് പോകേണ്ട വഴികളൊക്കെ. അപ്പോൾ അറിയില്ല, എന്തായാലും പോയി നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്താ റൂം മൊത്തം അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒതുക്കി സെറ്റാക്കി വെക്കണം ആദ്യം തന്നെ. ഇതിന് ശേഷം നമുക്ക് കുളിച്ച് പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളും അടിച്ച ശേഷം നമ്മൾ സ്കിപ്പ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ കുളിയും പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാഗും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്ത ശേഷം റൂം ഒന്നും കൂടെ നന്നായിട്ട് ചെക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെയും മടങ്ങി വന്ന് എടുത്തു പോവുക എന്നത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിന് തൊട്ട് മുന്നേറ്റ് നമ്മൾ സോനുവിനോടും ജിഷ്ണുവിനോടും ഷമീറിനോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ റൂമിൽ നിന്ന്. ഹലോ, അങ്ങനെ നമ്മളെ ശ്രീനഗറിലെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ നമ്മളെ സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് പെഹൽഗാം. ഇപ്പോൾ നല്ല മഴ സീസൺ ഉണ്ടോ, നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയില്ല അവിടെ ഇപ്പോൾ എത്താന്ന്. നല്ല മുഴുണ്ടതല്ല, ഇത് നടന്നു നോക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് സുമോ കിട്ടാനായിട്ടുള്ള സുമോ സ്റ്റാൻഡ് ജാൻ ബേക്കറി എന്ന സ്ഥലത്താണ്. അപ്പോൾ ആ ജാൻ ബേക്കറി
തേടിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ മഴയും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഓട്ടോക്കാരനെ കണ്ടത്. ജി ജാൻ ബേക്കറി കഹാ? ജാൻ ബേക്കറി ज़्यादा दूर है यहाँ? ज़्यादा भी नज़दीक भी नहीं है, दूर भी नहीं है. एक ही किलोग्राम लाइक किलोमीटर ऑलमोस्ट 1 किलोमीटर से ज़्यादा ही होगा. ठीक कैसे जाएगा? सीधे सीधा फिर राइट चलना है. नहीं कितना? 50 ज़्यादा नहीं. ठीक है चलो. അങ്ങനെ ഞാൻ അയാളോട് ജാൻ ബേക്കറിലേക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ നിൽക്കുന്ന സ്ഥലമായ ബാർബർ ഷൈയിൽ നിന്ന് ഈ ജാൻ ബേക്കറിലേക്ക് അത്യാവശ്യം 1.5 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരം ഉണ്ട് കേട്ടോ. ആ ഒരു 1.5 കിലോമീറ്ററിന് 50 രൂപ ആയതുകൊണ്ടും കൂടാതെ ചെറുതായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടും ഞാൻ ആ 50 രൂപയ്ക്ക് സമ്മതം മൂടി. അങ്ങനെ എൻ്റെ പെട്ടിയും കിടക്കയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ആ ഓട്ടോയിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ഓട്ടോ കയറി യാത്ര തുടങ്ങിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെൽഗാമിലേക്കാണ് പോകേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഓട്ടോക്കാരെന്ന് വെച്ചാൽ സർവ്വജ്ഞാനകോശാണ്. അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പെൽഗാമിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, പിന്നെ പെൽഗാമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ സ്റ്റേ ചെയ്യണം, റൂമിൻ്റെ റെന്റ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു കേട്ടോ. അങ്ങനെ പറഞ്ഞ കാര്യമാണ് നമ്മൾ പെൽഗാമിലേക്ക് പോകാനായിട്ട് ഈ ജാൻ ബേക്കറിയിൽ നിന്ന് ഡയറക്റ്റ് പെൽഗാമിലേക്ക് വണ്ടിയില്ല. ആ ജാൻ ബേക്കറിലെ സുമോ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് വെച്ചാൽ അത് അടുത്ത സുമോ സ്റ്റാൻഡ് എങ്ങോട്ടെന്ന് ചോദിക്കുന്നത് അനന്ത്നാഗിലേക്ക് കേട്ടോ. പിന്നെ അനന്ത്നാഗിൽ നിന്ന് കുറച്ച് നടന്ന ശേഷം അവിടെ മറ്റൊരു ടാക്സി സ്റ്റാൻഡ്, അവിടെ നിന്നാണ് പെൽഗാമിലേക്ക് വണ്ടിയുള്ളത്. ഈ അനന്ത്നാഗിലേക്ക്, അതായത് ജാൻ ബേക്കറിൽ നിന്ന് അനന്ത്നാഗിലേക്ക് ഉള്ള ടാക്സിയുടെ രൂപയാണ് 120 രൂപയുള്ളൂ കേട്ടോ. പിന്നെ അനന്ത്നാഗിൽ നിന്ന് പെൽഗാമിലേക്ക് 100 രൂപയും. ചുരുക്കി പറഞ്ഞാൽ 200-220 രൂപ കൊണ്ട് നമുക്ക് എന്താ പെൽഗാമിലേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഓട്ടോയില് ഒരു 10-15 മിനിറ്റ് യാത്ര ശേഷം നമ്മൾ ജാൻ ബേക്കറിയിലെ സുമോ സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇന്ന് ബാർബർ ഷാ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇപ്പോൾ ഇവിടെ ഒരു ജാൻ ബേക്കറി ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഈ സുമോൻ്റെ സ്റ്റാൻഡ്. ഇവിടെ സുമോ അല്ല, സോമു കേട്ടോ പറയും, ഇവിടെ സോമു സ്റ്റാൻഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് പെൽഗാമിലെ അനന്ത്നാഗ് സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഏകദേശം പെർ ഹെഡ് 120 രൂപയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ആ സുമോയിലെ അവസാനത്തെ ആളും ഞാനായിരുന്നു. അങ്ങനെ ഞാനും കൂടെ കയറിയ ശേഷം വണ്ടി അടച്ച് നമ്മൾ അനന്ത്നാഗിലേക്ക് യാത്ര തുടങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീനഗറിൽ നിന്ന് അനന്ത്നാഗിലേക്കാണ്. അങ്ങനെ വണ്ടി കയറി കുറച്ച് ദൂരം പോയപ്പോഴേക്ക് അതുവരെ ചെറുതായിട്ട് പെയ്ത മഴ നല്ല കനത്ത് പെയ്തു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. എന്നിരുന്നാലും മുമ്പോട്ട് പോകെ മഴ കുറയും തന്നെ പ്രതീക്ഷിക്കുന്നു. ദേ പറഞ്ഞിരുന്നില്ല, അപ്പോഴേക്ക് നമ്മുടെ മഴ ചെറുതായിട്ടും സൈഡായിട്ടോ. പക്ഷെങ്കിൽ വരാൻ പോകുന്ന പേമാരിയുടെ ആ ഒരു കാർമേഘവും കാര്യങ്ങളൊക്കെ മേലെ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ സുമോയുടെ ഉൾഭാഗം. ഏറ്റവും ഫ്രണ്ട് സൈഡിൽ ഡ്രൈവറേയും കൂട്ടി 3 ആൾക്കാർ, പിന്നെ നടുവിലായിട്ട് 4 ആൾക്കാർ, പിന്നെ ഏറ്റവും പിന്നിലായിട്ട് എൻ്റെ മുന്നിൽ 2 ആൾക്കാർ, പിന്നെ എൻ്റെ സൈഡിൽ 2 ആൾക്കാർ. പക്ഷെങ്കിൽ എൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ ബാഗാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ സുമോയിൽ കയറുന്ന സമയത്ത് ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമോയുടെ മേലെ നമുക്ക് ബാഗും കാര്യങ്ങളും കെട്ടിവെക്കാന്ന്. പക്ഷെങ്കിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പെൽഗാം എത്തുമ്പോഴേക്ക് നമ്മുടെ ബാഗ് മുഴുവനായിട്ട് നനഞ്ഞ് കുതിരും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഈ ബാഗിനായിട്ട് ഒരാളുടെ പൈസയായ 120 രൂപ ഞാൻ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ വലത്ത് ഭാഗത്ത് ബാഗ് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. ദേ പറഞ്ഞിരുന്നില്ല, അപ്പോഴേക്ക് ആ പേമാരി ഇങ്ങെത്തി. നല്ല കിടിലം പോലത്തെ മഴ കേട്ടോ, ഒന്നും പറയില്ല. അതുവരെ ചെറുതായിട്ട് അവിടെയും കാണാൻ പറ്റിയിരുന്നെങ്കിലും ഈ മഴ പെയ്തു കൊണ്ടിട്ട് ഒരു കാഴ്ചയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റാതെ അങ്ങനത്തെ ഒരു മഴ. ഈ കാശ്മീരിലേക്കുള്ള യാത്രയിൽ എനിക്ക് ഏതൊരു വണ്ടിയിൽ നിന്നും ആരെങ്കിലുമൊക്കെ കമ്പനി എനിക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ നൈസായിട്ട് പറഞ്ഞ് കമ്പനിയാകും. അങ്ങനെ നമ്മളെ ഈ മഴ ചെറുതായിട്ടും തോർന്ന ശേഷം നമ്മുടെ സുമോയിലേക്ക് ഒരാൾ കയറി വന്നു കേട്ടോ.
ഞാൻ കണ്ടിടത്തോളം കാശ്മീരിലെ എല്ലാ ആൾക്കാരും കലിപ്പിലൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അവരോട് സൗമ്യമായി പെരുമാറുകയാണെങ്കിൽ അവർ നമ്മളെ നന്നായി ട്രീറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ തൊപ്പിക്കാരൻ ഇക്കയുടെ പേരാണ് സയ്യിദ്. സയ്യിദ് ഇക്കരോട് ഞാൻ കാര്യങ്ങളും അതായത് പെഹൽഗാം പോകേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളി എനിക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് തന്നു കേട്ടോ. രാവിലെ നമ്മൾ കണ്ട ആ ഓട്ടോക്കാരനാണെങ്കിലും ഇപ്പോൾ സയ്യിദ് ഇക്ക പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും രണ്ടും കൂടെ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് പെഹൽഗാമിൻ്റെ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളും നന്നായി കിട്ടി കേട്ടോ. അങ്ങനെ അനന്ത്നാഗിന് കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ സയ്യിദ് ഖാനെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ സയ്യിദ് ഖാൻ നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പിന്നീട് എവിടെ വെച്ചെങ്കിലും കാണാമെന്ന് പറഞ്ഞ് പുള്ളി നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടോ. ശ്രീനഗർ സൈഡിലൊക്കെ രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പെഹൽഗാമിലേക്ക് എത്തുന്തോറും അല്ലെങ്കിൽ അനന്ത്നാഗ് ഏരിയയിലേക്ക് ഒട്ടും മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതുവരെ. അങ്ങനെ സയ്യിദ്ക്ക് ഇറങ്ങി ഒരു അരമണിക്കൂറായപ്പോഴേക്ക് നമ്മൾ അനന്ത്നാഗിലെ സുമോ സ്റ്റാൻഡിലേക്ക് എത്തി. അങ്ങനെ ആ സുമോ ഡ്രൈവർക്ക് 240 രൂപ, അതായത് ശ്രീനഗറിൽ നിന്ന് അനന്ത്നാഗിലേക്ക് ഒരാൾക്ക് 120 രൂപയാണ്. കൂടാതെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവനെയും ചേർത്ത് 100 രൂപ കൊടുത്ത് 240 ആക്കിയ ശേഷം ഞാൻ ആ ബാഗും കൊണ്ട് മുമ്പോട്ടേക്ക് നടന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനന്ത്നാഗിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പെഹൽഗാമിലേക്ക് സുമോ കിട്ടുമെന്ന് പറയുന്നത് കുറച്ച് അപ്പുറത്ത്. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ അവസ്ഥ. അവിടെയൊക്കെ ഫുൾ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നൈസാട്ടോ. അങ്ങനെ നടന്ന് ഞാൻ അനന്ത്നാഗിലെ ടാക്സി സ്റ്റാൻഡിൽ എത്തി കേട്ടോ. ശ്രീനഗറിൽ ഇപ്പോൾ നമ്മൾ പെഹൽഗാമിൽ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം പോയിട്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അനങ്ടാങ്ങിലാണുള്ള. അപ്പോൾ അനങ്ടാങ്ങിൽ നിന്ന് ഇനി രണ്ടാമത്തെ ടാക്സി പിടിക്കണം. അതെവിടെയാണുള്ളത് നമ്മളിപ്പോൾ ടാക്സി നമ്പർ 2. ടാക്സി നമ്പറില ടാക്സി സ്റ്റാൻഡ് നമ്പർ 2. ഓക്കെ, ഇവിടെ നിന്ന് ഇനി അപ്പോൾ കിतना दूर है इधर तक पहलगाम? 2 घंटा 1 घंटा. ഇവിടെ നിന്ന് പെഹൽഗാമിലേക്ക് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. घूमने के लिए क्या ऑप्शन है? घूमने शेयर टैक्सी मिलनी पड़ती है, मिल जाती है शेयर टैक्सी? हाँ मिल जाएगी. आप किधर भी है? किधर में आ गया था? अहमदाबाद घूमने के लिए. अकेले? नहीं अकेले. केरला. കേരള വേ എവിടെയാ? മലപ്പുറം. സെറ്റ്. എവിടെ പോയാലും ഒരു കേൾക്കാരനെ കിട്ടും. ഞാൻ വടകര. ഞാൻ ഡൽഹിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതേ പറഞ്ഞ പോലെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ നമ്മൾ റൂം എടുത്തപ്പോൾ സോനുവിനും ജിഷ്ണുവിനും ഷമീറിനും കിട്ടിയ പോലെ തന്നെ ദേ നമ്മുടെ വണ്ടിയിലെ മലയാളി ഈ ഇക്കാടെ പേര് മൊയ്തീൻ കേട്ടോ. അങ്ങനെ മൊയ്തീൻ ഇക്കാന്റെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലേക്ക് പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.